ഓൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് ഓർ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. രണ്ട് രീതിയിലും പറയാം. സോ നമുക്ക് എന്താണ് കോമ്പിനേഷണൽ സർക്യൂട്ട് നോക്കാം, പിന്നെ അതിനകത്തുള്ള കുറച്ച് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കോമ്പിനേഷണൽ സർക്യൂട്ട്? ഇറ്റ്സ് എ സർക്യൂട്ട് ഇൻ വിച്ച് വി കമ്പൈൻ ഡിഫറെൻറ്റ് ഗേറ്റ്സ് ഇൻ സർക്യൂട്ട്. അതായത് നമ്മൾ ഒരുപാട് ഒന്നിൽ കൂടുതൽ ലോജിക് ഗേറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ആക്കുന്നതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എൻകോഡർ, ഡീകോഡർ, ആഡേഴ്സ്, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സേഴ്സ് എക്സെട്ര. നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന ആഡേഴ്സൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ്. സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട് ആർ ഫോളോയിങ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിനുള്ളത് നോക്കാം. The output of combinational circuit at any instant time depend only on the level of present input terminal. അപ്പോൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രസൻറ്റ് ടൈമിൽ, അതായത് കറൻ്റ്ലി എന്താണോ നമ്മൾ അതിനകത്തേക്ക് ഇൻപുട്ട് പാസ് ചെയ്തത് അതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ദ കോമ്പിനേഷണൽ സർക്യൂട്ട് ഡു നോട്ട് യൂസ് എനി മെമ്മറി. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം അത് പറഞ്ഞത്. കാരണം നമ്മൾ ഈ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടൊക്കെ പറയാണ്ട് അതിനകത്തൊക്കെ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി കണ്ടൻറ്റ്. പക്ഷേ ഇതിനകത്ത് മെമ്മറി ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരിക്കലും ഒന്നും അതിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട്. നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. The previous state of input does not have any effect on the present state of circuit. അതായത് പ്രീവിയസ്ലി നമ്മൾ എന്തോ ഒരു ഇൻപുട്ട് അതിനകത്ത് കൊടുത്തു എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് സർക്യൂട്ടിനെ ബാധിക്കുന്നില്ല. ഈ കോമ്പിനേഷൻ സർക്യൂട്ട് ക്യാൻ ഹാവ് എൻ നമ്പർ ഓഫ് ഇൻപുട്ട്സ് ആൻഡ് എം നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. എത്ര ഇൻപുട്ട്സും എത്ര ഔട്ട്പുട്ട്സും നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ടിനകത്ത് വരാവുന്നതാണ്. ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ. അതിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്, എക്സെട്ര എൻ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ടോ എ ഡാഷ് കൊടുത്തിട്ടുണ്ട്, ബി ഡാഷ്, സി ഡാഷ്, എക്സെട്ര എം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടൈപ്സ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് നോക്കാം. ആദ്യം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പാണ് പറയാൻ പോകുന്നത്, ഹാഫ് ആഡർ. ഹാഫ് ആഡർ ഈസ് എ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് വിത്ത് 2 ഇൻപുട്ട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. ഹാഫ് ആഡറിൻ്റെ വേസ് വരുമ്പോൾ ഇതൊരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഇതിനകത്ത് 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് വരുന്നത്. ദ ഹാഫ് ആഡർ സർക്യൂട്ട് ഈസ് ഡിസൈൻ ടു ആഡ് 2 സിംഗിൾ ബിറ്റ് ബൈനറി നമ്പർ എ ആൻഡ് ബി. ഇവിടെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള 2 ബിറ്റ് എയും ബിയും, അതിനകത്ത് ഒരു പക്ഷേ 0 ആവും, 1 ആവും. ബീൻ്റെ കേസ് വരുമ്പോൾ ഒന്നുകിൽ 0 ആവും, 1 ആവും. ഇത്തരം ചെറിയ 2 ബിറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ അഡീഷൻ ഓഫ് 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്. സിംഗിൾ ബിറ്റ് നമ്പേഴ്സിനെ അഡീഷൻ ചെയ്യാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഈ ഹാഫ് ആഡർ എന്ന് പറയുന്നത്. ദിസ് സർക്യൂട്ട് ഹാസ് 2 ഔട്ട്പുട്ട് ക്യാരി ആൻഡ് സം. ഇതിനകത്ത് ഇൻപുട്ടായിട്ട് നമ്മൾ എയും ബിയും കൊടുക്കുന്നതോടുകൂടി ഔട്ട്പുട്ടായിട്ട് സമ്മും ക്യാരിയും നമുക്ക് കിട്ടും. എന്താണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എ ഇൻപുട്ടാണ്, ബി ഇൻപുട്ടാണ്, ഔട്ട്പുട്ട് എന്തൊക്കെയാണ്? സമ്മ് എസ് വന്നിട്ടുണ്ട്, ക്യാരി സിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്? ഇൻപുട്ട് എയും ബിയും 0 ആകുമ്പോൾ സമ്മ് 0, ക്യാരി 0. പിന്നെ 0യും 1ഉം ആകുമ്പോൾ എന്താണ്? 0 + 1 എന്താണ്? ബൈനറിൻ്റെ കേസ് വരുമ്പോൾ 1 ആണ്. സോ സമ്മ് 1 വരും, ക്യാരി 0 വരും. നെക്സ്റ്റ് കേസിലോ 1 + 0 തന്നെയാണ്. അപ്പോൾ എന്താണ്? സമ്മ് 1 വരും, ക്യാരി 0 വരും. പിന്നെ വരുന്ന കേസിലോ എ 1 ആണ്, ബി 1 ആണ്. സോ സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. അതായത് 1 + 1 എന്ന് വരുമ്പോൾ എങ്ങനെയാണ് വരിക? സമ്മ് 0 വരും, ക്യാരി 1 വരും. നിങ്ങൾ ബൈനറി നമ്പേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും മുന്നേ. അതിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ നമ്പർ കൺവേർഷൻ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെമ്മിൽ HTMLൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ നമ്പർ കൺവേർഷൻസും നമ്പർ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നിങ്ങൾ സമ്മ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ടാവും. 1 1 വരുമ്പോൾ സമ്മ് 0 വരും, ക്യാരി 1 വരും. ഇനി നമ്മുടെ ഫുൾ ആഡറിൻ്റെ കേസ് നോക്കാം. ഫുൾ ആഡർ ഈസ് ഡെവലപ്ഡ് ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് ഹാഫ് ആഡർ സർക്യൂട്ട്. നമ്മുടെ ഫുൾ ആഡർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഹാഫ് ആഡറിൻ്റെ ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ്. ഒരു മിനിറ്റ്, ഞാൻ ഫുൾ ആഡർ പറയുന്നതിന് മുന്നേ ഞാൻ ഹാഫ് ആഡറിൻ്റെ സർക്യൂട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹാഫ് ആഡറിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നിൽ കൂടുതൽ ലോജിക് ഗേറ്റ്സിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ആഡേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് കേസ് ഹാഫ് ആഡറിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ആൻഡ് ഗേറ്റും ഒന്ന് എക്സോർ ഗേറ്റുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ക്യാരി കിട്ടുന്നത് ആൻഡ് ഗേറ്റ് വെച്ചിട്ടാണ്. അതായത് എന്താണ്? എയും ബിയും 0 ആകുമ്പോൾ ക്യാരി 0, എ 0, ബി 1 ആകുമ്പോൾ ക്യാരി 0, എ 1ഉം ബി 0 ആകുമ്പോൾ ക്യാരി 0, എയും ബിയും 1 ആകുമ്പോൾ മാത്രമേ ക്യാരി 1 ആവുന്നു. കാരണം എന്താണ്? അവിടെ ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ആദ്യം ട്രൂത്ത് ടേബിൾ പറഞ്ഞാൽ മതിയായി, പിന്നെ ഇത് സർക്യൂട്ട് കൂടെ ഉണ്ടായി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് ഗേറ്റ് കിട്ടുന്നത്, അതായത് സർക്യൂട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മളുടെ സമ്മിൻ്റെ കേസ് നോക്കാം. സമ്മിൻ്റെ കേസ് വരുമ്പോൾ എയും ബിയും 0 ആകുമ്പോൾ സമ്മ് 0, എ 0 ബി 1 ആകുമ്പോൾ സമ്മ് 1, എ 1 ബി 0 ആകുമ്പോൾ സമ്മ് 1, എയും ബിയും 1 ആകുമ്പോൾ സമ്മ് 0. അപ്പോൾ ലോജിക് ഗേറ്റ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എക്സോറിൻ്റെ പ്രത്യേകത എന്താണ്. രണ്ടും 0 ആകുമ്പോൾ സമ്മ് 0 ആയിരിക്കും, 2 1 ആകുമ്പോൾ സമ്മ് 0 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് 1 ആകുമ്പോൾ മാത്രമേ സമ്മ് 1 ആവുള്ളൂ. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ എക്സോർ ഗേറ്റാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഈ സർക്യൂട്ടും കൂടെ വരയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫ് ആഡറിൻ്റെ സിമ്പിളായിട്ടൊന്ന് വരച്ച് കാണിച്ചതാണ്. സോ എന്ത് ചെയ്യുക, ഇതും കൂടെ നോട്ടിൽ വരച്ച് വെക്കുക കേട്ടോ, ഹാഫ് ആഡറിൻ്റെ സർക്യൂട്ട്. കാരണം ആൻഡും എക്സോറുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫുൾ ആഡറിലേക്ക് വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ സർക്യൂട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ആഡറിൻ്റെ കേസ് വരുമ്പോൾ ഇറ്റ്സ് ഡെവലപ്പർ ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് ഹാഫ് ആഡർ സർക്യൂട്ട്. ഹാഫ് ആഡർ സർക്യൂട്ടിൻ്റെ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫുൾ ആഡർ വന്നത്. ഇറ്റ് ക്യാൻ ആഡ് ടു 1 ബിറ്റ് നമ്പേഴ്സ് എ ആൻഡ് ബി ആൻഡ് ക്യാരി സി. ഇതിനകത്ത് നമ്മൾ എയും ബിയും ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ക്യാരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദ ഫുൾ ആഡർ ഇസ് 3 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട് കോമ്പിനേഷൻ സർക്യൂട്ട്. ഇതിനകത്ത് ഇൻപുട്ട് 3 വരും, ഔട്ട്പുട്ട് 2 വരിക. നമുക്ക് നോക്കാം ബ്ലോക്ക് ഡയഗ്രാം. എയും ബിയും ഉണ്ട്, പിന്നെ സി ഇന്നുണ്ട്, ക്യാരി ഇന്ന്, പിന്നെ ഔട്ട്പുട്ട് വരുന്നതോ സമ്മുണ്ട്, പിന്നെ ക്യാരി സി ഔട്ടും ഉണ്ട്. ഇനി നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. എയും ബിയും സിന്നും എന്താണ്, ഫസ്റ്റ് 0 0 0 വരും. അപ്പോൾ സമ്മ് 0, സി ഔട്ട് 0. പിന്നെ 0 0 1 വരുമ്പോൾ സമ്മ് 1, ക്യാരി 0. 0 1 0 വരുമ്പോൾ സമ്മ് 1, ക്യാരി 0. 0 1 1 വരുമ്പോൾ സമ്മ് 0, ക്യാരി 1. പിന്നെ 1 0 0 വരുമ്പോൾ സമ്മ് 1, ക്യാരി 0. പിന്നെ 1 0 1 വരുമ്പോൾ സമ്മ് 0, ക്യാരി 1. പിന്നെ 1 1 0 വരുമ്പോൾ സമ്മ് 0, ക്യാരി 1. പിന്നെ 1 1 1 വരുമ്പോൾ സമ്മും 1, ക്യാരിയും 1. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഏത് ഹാഫ് ആഡറിൻ്റെ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന് ഒന്നെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, പിന്നെ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തെങ്കിലും പഠിക്കുക. കാരണം എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ട്രൂത്ത് ടേബിളും സർക്യൂട്ട് ഡയഗ്രം ഒക്കെ വരക്കാം കേട്ടോ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സമ്മിൻ്റെ കേസ് വരുമ്പോൾ അവിടെ നമ്മൾ എക്സോറാണ് ചെയ്യുന്നത്. എയും ബിയും സിന്നും എക്സോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയോ, ഇവിടെ നമ്മൾ എയും ബിയും ആഡ് ചെയ്യും, എയും സിന്നും ആഡ് ചെയ്യും, ബിയും സിന്നും ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഓർ ചെയ്യണം. ഓർ പറഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, C0 ഈക്വൽ സി ഔട്ട് ഈക്വൽ ടു എ ബി പ്ലസ് എ സി ഇൻ പ്ലസ് ബി സി ഇൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സമ്മിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു എക്സോർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം 3 0 ആയെടുത്ത് 0 ആണ്, 3 1 ആയെടുത്തോ, 2 1 ആയാൽ തന്നെ 1 ആണ്. പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്, 1 1 ആയെടുത്തൊക്കെ 1 വരുന്നുണ്ട്. അല്ല സോറി, 2 0 ആയെടുത്ത് 1 വരുന്നുണ്ട്. പിന്നെ 2 1 ആയെടുത്തും 1 വരുന്നുണ്ട്. അതാണ് നമ്മുടെ എക്സോറിൻ്റെ പ്രത്യേകത. പിന്നെന്താണ് നമ്മളുടെ പിന്നെ നമ്മളുടെ ക്യാരി നോക്കാം. ക്യാരി വരുമ്പോൾ എന്താണ്, എ ബി ആൻഡിലൂടെ പോയിട്ട് അത് ജസ്റ്റ് നിങ്ങളൊന്നിങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. എയും ബിയും എങ്ങനെയാണ്, അത് രണ്ടും 1 ആണെങ്കിൽ മാത്രമേ 1 വരുള്ളൂ, ബാക്കി എല്ലാത്തിനും 0. അതായത് ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുക. അത് വെച്ചിട്ട് നിങ്ങളിതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കില്ല, സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേപോലെ എ സിന് ചെയ്യുക, ബി സിന് ചെയ്യുക, എന്നിട്ട് അവർ ഓർ ചെയ്യുക. ഓർ പറഞ്ഞാൽ എങ്ങനെയാണ്, ഓറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടും 0 ആണെങ്കിൽ മാത്രമേ 0 വരുള്ളൂ. ഏതെങ്കിലും ഒന്ന് 1 ആയാലും 1 ആണ്, എല്ലാം 1 ആണെങ്കിലും 1 ആണ്. അതാണ് ഓറിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആദ്യം ലോജിക് ഗേറ്റ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എഴുതിയിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ഈ സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. ആൻഡ് എങ്ങനെയാണ്, ഓർ എങ്ങനെയാണ്, എക്സോർ എങ്ങനെയാണ്, മിനിമം നിങ്ങൾക്ക് അതാ അറിയേണ്ടത്. ആൻഡ് ആണെങ്കിൽ എന്താണ്, 0 0 ആണെങ്കിൽ 0 0, 1 ആണെങ്കിൽ 0 1, 0 ആണെങ്കിൽ 0 1, 1 ആണെങ്കിൽ മാത്രം 1 വരും. ഓർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, 0 0 ആണെങ്കിൽ മാത്രം 0 വരും, ബാക്കി എല്ലാത്തിൻ്റെ കേസിലും 1 വരും. എക്സോർ ആകുമ്പോഴോ 2 0 ആണെങ്കിലും 0 വരും, 2 1 ആണെങ്കിലും 0 വരും. പകരം ഏതെങ്കിലും ഒന്ന് 1 ആകുന്ന കേസുകളിൽ മാത്രം അത് 1 വരും. ഇനി നമുക്ക് റിപ്പിൾ ക്യാരി ആഡർ നോക്കാം. അതായത് n ബിറ്റ് പാരലൽ ആഡർ എന്ന് നമ്മൾ പറയും. ദ ഫുൾ ആഡർ ഈസ് ക്യാപ്പബിൾ ഓഫ് ആഡിങ് ഓൺലി
2 സിംഗിൾ ഡിജിറ്റ് ബൈനറി നമ്പർ അലോങ് വിത്ത് ക്യാരി ഇൻപുട്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ 2 എയും ബിയും അതേപോലെ തന്നെ ഒരു ക്യാരിയും കൂടെയാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ വി നീഡ് ടു ആഡ് ബൈനറി നമ്പേഴ്സ് വിച്ച് ആർ മച്ച് ലോങ്ങർ ദാറ്റ് ജസ്റ്റ് 1 ബിറ്റ്. ഒരു ബിറ്റിൽ കൂടുതൽ ഒരുപാട് ബിറ്റുകൾ ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരും. സോ ടു ആഡ് 2 n ബിറ്റ് ബൈനറി നമ്പേഴ്സ് വി നീഡ് ടു യൂസ് n ബിറ്റ് പാരലൽ ആഡർ. നമുക്കതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പാരലലായിട്ട് n ബിറ്റ് ആഡേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ് യൂസ് എ നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ് ഇൻ കാസ്കേഡ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഫുൾ ആഡേഴ്സ് പാരലലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയാം. ദ ക്യാരി ഔട്ട്പുട്ട് ഓഫ് ദ പ്രീവിയസ് ഫുൾ ആഡർ ഇസ് കണക്റ്റഡ് ടു ക്യാരി ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് ഫുൾ ആഡർ. അതായത് ഒന്നിൻ്റെ ക്യാരി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റിൻ്റെ ക്യാരി ഇൻപുട്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ ഉള്ളതിൻ്റെ ക്യാരി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഉള്ള ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടായിരിക്കും. അതായത് ഒന്നിന്ന് വരുന്ന ക്യാരി നെക്സ്റ്റിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക പാരലലി. അതിനെയാണ് നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു 4 ബിറ്റ് പാരലൽ ആഡർ പറയാം. നോർമലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡറാണ്. അങ്ങനെ എത്ര ബിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഒരു 4 ബിറ്റിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ കാണിക്കുന്നുണ്ട്. സോ അതിനകത്ത് A0 B0 ആണ് LSB ആയിട്ട് വരുന്നത്. അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതായത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക LSB ആയിരിക്കും. അതിനകത്ത് എയും ബിയും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫുൾ ആഡർ ഫസ്റ്റ് 0 സ്റ്റേജ് ആയിരിക്കും. ആൻഡ് ഹെൻ സീൻ ഹാസ് ബീൻ പെർമനൻ്റ്ലി മെയ്ഡ് 0. സോ അതുകൊണ്ടാണ് അതിനകത്തേക്ക് വരുന്ന ക്യാരി 0 ആയിരിക്കും. കാരണം ഫസ്റ്റ് അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ടുള്ള ആഡർ അതാണ്. സോ അതിലേക്ക് വരുന്ന ക്യാരി 0 ആയിരിക്കും. പിന്നെ ഉള്ളതിനകത്തേക്കൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരിക. ഒന്നെങ്കിൽ 0 or 1 അതിലേ വരുള്ളൂ. ദ റെസ്റ്റ് ഓഫ് ദ കണക്ഷൻസ് ആർ എക്സാക്ട്ലി സെയിം ആസ് ദോസ് n ബിറ്റ് പാരലൽ ആഡർ ഷോൺ ഇൻ ഫിഗർ. ദ 4 ബിറ്റ് പാരലൽ ആഡർ ഈസ് വെരി കോമൺ ലോജിക് സർക്യൂട്ട്. ഈ 4 ബിറ്റ് പാരലൽ ആഡറാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട്. അതുകൊണ്ടാണ് നമ്മളത് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈ ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഫുൾ ആഡർ 0നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഇതിനകത്ത് ഇൻപുട്ടായിട്ട് A0 വരും, B0 വരും, സീന് വരും. സീന് 0 ആയിരിക്കും. കാരണം നമ്മൾ ബേസിക്കലി ഫസ്റ്റ് 0 അല്ലേ യൂസ് ചെയ്യുക. സോ അവിടെ 0 വരും. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സമ്മ് വരും S0. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് വരും C0. ഈ C0 ആയിരിക്കും ഇതിനകത്തേക്ക് സീനായിട്ട് വരിക. സോ ഈ സിന്ന് ഇതിനകത്ത് വരും. ഫുൾ ആഡർ 1ലേക്ക് A1 വരും, B1 വരും, സമ്മ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് സമ്മ് S1 വരും, ഇവിടെ C1 വരും. അങ്ങനെ നെക്സ്റ്റിലേക്ക് വരും. അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. C ഔട്ടായിട്ട് വരും. ഈ C ഔട്ടിൻ്റെ നെക്സ്റ്റ് ആഡറിലേക്ക് സീനായിട്ട് വരും. ഇവിടെ A2 ഉണ്ട്, B2 ഉണ്ട്, പിന്നെ ഈ ക്യാരി ഉണ്ട്. അതിൻ്റെ റിസൾട്ട് S2 വരും. നെക്സ്റ്റ് അങ്ങനെ പാരലലായിട്ട് പോകുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളൊരു ആഡറാണ് ലുക്ക് അഹെഡ് ക്യാരി ആഡർ. ലുക്ക് അഹെഡ് ക്യാരി ആഡർ നമ്മളുടെ റിപ്പിൾ ക്യാരി ആഡറിൽ നിന്നും ഒന്നുകൂടെ ഡിഫറെൻ്റ് ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫാസ്റ്റ് ആഡർ. കമ്പയറിങ് ടു അതർ ആഡേഴ്സ് ഇതാണ് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആഡർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുക, ഫാസ്റ്റ് ആഡർ എന്ന് പറയാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക്സ് ആഡർ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്. ഡിജിറ്റൽ ലോജിക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ആഡറാണ് ലുക്ക് അഹെഡ് ക്യാരി ആഡർ. ക്യാരി ലുക്ക് അഹെഡ് ഒന്നും ലുക്ക് അഹെഡ് ക്യാരി ആഡർ ഒന്നും പറയാട്ടോ, ഞാൻ അതാണ് പറഞ്ഞത്. ഈ ക്യാരി ലുക്ക് അഹെഡ് ആഡർ ഇംപ്രൂവ്സ് സ്പീഡ് ബൈ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ക്യാരി ബിറ്റ്സ്. നമ്മൾ പറഞ്ഞു ഒന്നിൻ്റെ ക്യാരി ബിറ്റ് നോക്കിയിട്ടാണ് അടുത്തയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ക്യാരി ഔട്ട് വെച്ച് നെക്സ്റ്റിലേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ പോവായതുകൊണ്ട് ഓരോ പ്രാവശ്യം ഈ ക്യാരി ബിറ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ വേണം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ഇതിൻ്റെ ക്യാരി കിട്ടണം, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ അത് നമുക്ക് ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ആഡർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ റിപ്പിൾ ക്യാരി ആഡറിൻ്റെ പ്രത്യേകത എന്താണ്, കുറച്ചുകൂടെ സിമ്പിളാണ് പക്ഷേ സ്ലോവറാണ്. കാരണം നമ്മൾ സമ്മിൻ്റെ കൂടെയാണ് നമുക്ക് ക്യാരി ബിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് സ്റ്റേജ് മസ്റ്റ് വെയിറ്റ് അണ്ടിൽ ദ പ്രീവിയസ് ക്യാരി ബിറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ടു ബിഗിൻ കാൽക്കുലേറ്റിംഗ് ഇറ്റ്സ് ഓൺ സം ബിറ്റ് ആൻഡ് ക്യാരി ബിറ്റ്. അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രീവിയസ് ക്യാരി ബിറ്റിന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കിട്ടിയിട്ട് വേണം നമുക്ക് സം ബിറ്റും ക്യാരി ബിറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ദ ക്യാരി ലുക്ക് അഹെഡ് ആഡർ കാൽക്കുലേറ്റ് 1 or more ക്യാരി ബിറ്റ്സ് ബിഫോർ സമ്മിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ബിറ്റ്സുകൾ ആഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഈ ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. വിച്ച് റെഡ്യൂസ് ദ വെയിറ്റ് ടൈം ടു കാൽക്കുലേറ്റ് ദ റിസൾട്ട് ഓഫ് ലാർജർ വാല്യൂസ് ബിറ്റ്സ് ഓഫ് ദ ആഡർ. ഇത് പ്രത്യേകിച്ച് നമ്മൾ ലാർജർ ബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ നേരത്തെ 4 ബിറ്റൊക്കെ പറഞ്ഞില്ലേ, n ബിറ്റ് ഒരുപാട് ബിറ്റുകളൊക്കെ ഒരു ടൈമിൽ വരുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഈ ലുക്ക് അഹെഡ് ക്യാരി ആഡർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത്തരം ടൈമിൽ നമ്മൾ ഈ ഫാസ്റ്റ് ആഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സാമ്പിളായിട്ട് ഒരു 4 ബിറ്റ് ആഡർ വിത്ത് ക്യാരി ലുക്ക് അഹെഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് A0 വരുന്നുണ്ട്, B0 വരുന്നുണ്ട്, C0 വരുന്നുണ്ട്.
എന്നിട്ട് ഈ C0 ഇങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങോട്ടും കൊടുക്കും. അതേപോലെ തന്നെ A0യും B0യും P0യും G0യും വെച്ച് ഇങ്ങോട്ടും കൊടുക്കും. അതായത് സമ്മ് കാത്ത് നിൽക്കാതെ അവർ ക്യാരി ഇപ്പുറത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് വേണ്ടി നമ്മളൊരു പ്രോപ്പഗേറ്റ് ഗ്രൂപ്പും അതേപോലെ ജനറേറ്റ് ഗ്രൂപ്പും 2 ഗ്രൂപ്പ്, അതാണ് P0യും G0യും. പ്രോപ്പഗേറ്റ് ഗ്രൂപ്പ് ആൻഡ് ജനറേറ്റ് ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങനെ ഒരു പേര് കൊടുത്തതാണ്. നമ്മൾ ക്യാരി പ്രോപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 2 ടൈപ്പ് സിഗ്നൽസിനെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സമ്മ് കിട്ടുന്നതിന് മുന്നേ ഈ ക്യാരി ഇവിടെ റെഡിയാക്കിയിട്ട് C1ന് നെക്സ്റ്റ് ബിറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ S0യും S1ഉം S2ഉം S3 ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, റിസൾട്ടായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഫാസ്റ്റ് ആഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ ആഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് വേറെയും ഹാഫ് ആഡറിൻ്റെ ഫുൾ ആഡറിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച് അതും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ലോജിക് ഗേറ്റ്സ് ആദ്യം മസ്റ്റായിട്ട് പഠിച്ചിട്ട് ഇതിലേക്ക് വന്നാലേ ഒന്നുകൂടി ഈസി ആവുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.